കഴിഞ്ഞ ദിവസം കേരള NGO അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നടന്ന പ്രതിഷേധങ്ങൾ നിർഭാഗ്യകരമായി പോയെന്ന് NGO അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ചവറ ജയകുമാർ. സംസ്ഥാന സമ്മേളന തീരുമാനപ്രകാരമാണ് സംസ്ഥാന പ്രസിഡന്റായി തുടരുന്നതെന്ന് ചവറ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഓഫീസിന് മുന്നിൽ സംഘർഷമുണ്ടാക്കിയവരെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയെന്നും ചവറ ജയകുമാർ. കഴിഞ്ഞ ആഴ്ചയിലാണ് NGO അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ മുന്നിൽ അപ്രതീക്ഷിതമായ ചില പ്രതിഷേധങ്ങൾ കണ്ടത്. ഒരു അധികാര കൈമാറ്റത്തിന്റെ പേരിലാണ് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നാൽ നിലവിൽ NGO അസോസിയേഷനിൽ പ്രശ്നങ്ങളില്ല, പഴയപടി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ നമ്മളോടൊപ്പം NGO അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ചവറ ജയകുമാർ ചേരുകയാണ്. എന്തായിരുന്നു ഇത്തരത്തിലൊരു പ്രതിഷേധം കഴിഞ്ഞ ആഴ്ച ഉണ്ടായത്? കഴിഞ്ഞ ദിവസം NGO അസോസിയേഷന്റെ സംസ്ഥാന കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തിരുന്നു. അപ്പോൾ യോഗം മുഖ്യമായും വിളിച്ചു ചേർത്തത് ബൈലാ ഭേദഗതി വരുത്തുക, തെരഞ്ഞെടുപ്പ് നടത്തണം. തെരഞ്ഞെടുപ്പ് സംസ്ഥാന സമ്മേളനത്തിൽ അടൂര് നടന്ന 49ാം സംസ്ഥാന സമ്മേളനം, ആ സമ്മേളനത്തിൽ നിലവിലുള്ള ഭാരവാഹികളെല്ലാം തുടരും എന്നുള്ളതാണ് സംസ്ഥാന കൗൺസിൽ യോഗം. അത് ശ്രീ TN പ്രതാപൻ, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം, KPCC വർക്കിംഗ് കമ്മിറ്റി അംഗം TN പ്രതാപനാണ് കൗൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ ബൈല ഭേദഗതി വരുത്തിയിട്ട് ഒത്തിരി നാളായി. ഒരു സംഘടന നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് അതിന് നല്ലൊരു നിയമാവലി ഉണ്ടാകുന്നത് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ബൈലാ ഭേദഗതിയിൽ വനിതകൾക്ക് ഭാരവാഹി സ്ഥാനത്തേക്ക് കൂടുതൽ സംവരണം ഏർപ്പെടുത്തണമെന്ന് ഉള്ള താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ അതൊരു ധാരണയിലെത്തുകയും ചെയ്തു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഈ യോഗത്തിൽ അവതരിപ്പിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിഗ്നിറ്ററീസിനെയും ഒക്കെ ആ യോഗത്തിൽ ക്ഷണിച്ചിരുന്നു. അപ്പോൾ അവരൊക്കെ എത്തി യോഗം ആരംഭിച്ചു. അവർ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ നേരത്തെ എന്തോ കരുതിക്കൂട്ടി വെച്ചിരുന്നത് പോലെ ബഹളം ഉണ്ടാക്കുകയും ആ യോഗം ഉദ്ഘാടനം ചെയ്യേണ്ട നേതാക്കളെ ഒക്കെ വളരെ മോശമായ രീതിയിൽ അവരോട് അവിടെ പെരുമാറുകയും ബഹളം ഉണ്ടാക്കി. എൻ്റെ വിഷ്വൽസൊക്കെ നമുക്ക് നിങ്ങളൊക്കെ കണ്ടുണ്ടാവും. ഒരിക്കലും ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി ഇങ്ങനെ ഒരു സംഘടനയിൽ യോഗം തന്നെത്താൻ വിളിച്ചു ചേർത്തിട്ട് അയാൾ തന്നെ അറിയിപ്പ് കൊടുത്തിട്ട് അലങ്കോലപ്പെടുത്തുക എന്നുള്ളത് എവിടെയെങ്കിലും കേട്ടുകഴിയുണ്ടോ? ഇപ്പോൾ ഇവിടെ എല്ലാ വർഷവും സമ്മേളനം നടക്കുകയും ആ സമ്മേളനത്തിലൊക്കെ ഭാരവാഹികളെ തിരഞ്ഞെടുത്തും വരികയാണ്. ഇത് NGO യൂണിയനിലും ജോയിൻ്റ് കൗൺസിലിലും എല്ലാ സംഘടനകളിലും ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത്. വർഷം തോറും സമ്മേളനം നടക്കാറുണ്ട്. നിലവിലുള്ള ഭാരവാഹികൾ വർഷങ്ങളോളം ഭാരവാഹികളായി ഇരിക്കാറുമുണ്ട്. പുതിയ കാര്യമൊന്നുമല്ല. ഈ വിദ്വാൻ പല പോസ്റ്റുകളിലും ഇതുപോലെ തന്നെ ഇരുന്ന് വന്നിട്ടുള്ളതാണ്, നമ്മുടെ സംഘടനയിലുമുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ പോസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയുള്ള കാണിച്ച പരാക്രമമാണ് അവിടെ പിന്നീട് നമ്മൾ കണ്ടത്. ഇത്തരം പ്രശ്നമുണ്ടാക്കിയ ഒരാൾക്കെതിരെ അപ്പം തന്നെ നടപടി സ്വീകരിച്ചു. അവൈലബിളായിട്ടുള്ള മറ്റു ഭാരവാഹികൾ ഞങ്ങൾ യോഗം ചേർന്ന് ഈ ജാഫർ ഖാനെ സംഘടനയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നീക്കം ചെയ്തു. മാത്രമല്ല, ഈ പാണക്കാട് നന്ദാവനത്തുള്ള പാണക്കാട് ഹാൾ ടിയാൻ്റെ നേതൃത്വത്തിൽ കുറച്ച് പേർ അവിടുത്തെ കസേരകളെല്ലാം തല്ലിത്തകർത്തു. വനിതാ ജീവനക്കാരെ ഉൾപ്പെടെ അസഭ്യം പറഞ്ഞു. എല്ലാവരെയും കയ്യേറ്റം ചെയ്തു. ക്ഷണിക്കപ്പെട്ട അതിഥികളെ പോലും അത്തരത്തിൽ വളരെ മോശമായി പെരുമാറി. മൈക്ക് എല്ലാം കേടുവരുത്തി നശിപ്പിച്ചു. പോഡിയം, സ്റ്റാൻഡ്, അങ്ങനെ അക്രമം അഴിച്ചു വിട്ടത് ആ ഹാളിനും പബ്ലിക് ഒരു ട്രാങ്ക്വിലിറ്റി, അതിന് വിഘാതം വരുത്തുന്ന പ്രവർത്തനങ്ങളാണ് ടിയാൻ സംഘവും ചെയ്തത്. ഒരിക്കൽ പോലും ഒരു സംഘടനയിൽ ഇത് പാടില്ലല്ലോ. ഇത്തരത്തിൽ ഒരു സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ മുന്നിലേക്ക് വരിക, ഒരു സംഘം ചേർന്ന് നിന്നുകൊണ്ട് ഓഫീസ് പിടിച്ചെടുക്കാൻ തയ്യാറെടുക്കുക, പരസ്യമായി പ്രസിഡന്റിനെ, സ്റ്റേറ്റ് പ്രസിഡന്റിനെ അപകീർത്തിപ്പെടുന്ന രീതിയിൽ പരാമർശങ്ങൾ നടത്തുക, അതൊക്കെ കാണുമ്പോൾ കേവലം ഒരാൾക്കെതിരെ മാത്രമേ നടപടിയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ മറ്റ് വിഷ്വലും പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാം ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ 35 പേർക്കെതിരെയാണ്
പ്രധാനമായിട്ടും കേസ് വന്നിട്ടുള്ളത്. ആ ആളുകൾക്കെതിരെ അതിലെ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത കൗൺസിൽ അംഗങ്ങളല്ലാത്തവരും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കെതിരെയുള്ള നിയമ നടപടി ഒരു പൊതുസ്ഥലത്ത് ബഹളം വെച്ചതാണ്, അക്രമം അഴിച്ചുവിട്ടതാണ്. അതിന് സ്വമേധയാ ഗവൺമെൻറ് കേസെടുത്തിരിക്കുകയാണ്. തീർച്ചയായും സംഘടനാപരമായി നിലവിൽ പ്രതിസന്ധികളില്ല എന്ന് തന്നെ വ്യക്തമാക്കുകയാണ് NGO അസോസിയേഷൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ചവറ ജയകുമാർ. വരും ദിവസങ്ങളിൽ സംഘടന വളരെ ശക്തിയോടുകൂടി പ്രവർത്തന രംഗത്തുണ്ടാകും. മാത്രവുമല്ല, ബഡ്ജറ്റിൽ ജീവനക്കാരെ ഒഴിവാക്കിയതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി നീങ്ങാൻ തന്നെയാണ് സംഘടനയുടെ തീരുമാനം. തിരുവനന്തപുരത്ത് നിന്നും ഷാൻ ജേസിനൊപ്പം ടി ബിനോയ്.